നമസ്കാരം. PSC ECEC സക്സസിലേക്ക് സ്വാഗതം. LD ക്ലർക്ക് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 097/2024. ഈ ചോദ്യപേപ്പറിലെ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് സോൾവ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 71. ഒറ്റയാനെ കണ്ടെത്തുക. 53, 61, 43, 91. അപ്പോൾ ഇതിൽ ഒറ്റയാൻ എന്ന് പറയുന്നത് 91 കാരണം അത് മാത്രമാണ് ഒരു ഭാജ്യ സംഖ്യ അഥവാ കോമ്പോസിറ്റ് നമ്പർ. ഭാജ്യ സംഖ്യ അഥവാ കോമ്പോസിറ്റ് നമ്പർ. ബാക്കി 53, 43, 61 ഇതെല്ലാം അഭാജ്യ സംഖ്യകളാണ്, പ്രൈം നമ്പേഴ്സാണ്. അതായത് ഒന്നും ആ സംഖ്യയും മാത്രമേ അതിന് ഫാക്ടേഴ്സായിട്ട് വരുന്നുള്ളൂ. ഉത്തരം ഓപ്ഷൻ സി 91. 91 എന്ന് പറയുമ്പം 13 × 7 ആണ് 91. അപ്പോൾ 1, 7, 13, 91 ഇത്രയും ഫാക്ടേഴ്സ് അതിനുണ്ട്. അടുത്ത ചോദ്യം 11³ + 20² - 3 the whole raised to 1/3. 11³ + 20² - 3 the whole raised to 1/3. അപ്പോൾ 11³ എന്ന് പറഞ്ഞാൽ 1331 + 20² 400 - 3. ഇതിൻ്റെ ക്യൂബ് റൂട്ട് കാണാനാണ്. റേസ് ടു 1/3 എന്നാൽ ക്യൂബ് റൂട്ട് ഇവിടെ 3 കൊടുക്കുക. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 1731 - 3 1728. ഇനി ഇത് നമുക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് തന്നെ നമുക്ക് ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാം. ക്യൂബ് റൂട്ട് ഓഫ് 1728 എന്ന് പറഞ്ഞാൽ 12 ആണ്. അത് ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് അത് കണ്ടുപിടിക്കാം. ഓപ്ഷൻസ് നോക്കിയാൽ മനസ്സിലാവും. 1728 അതിൻ്റെ ക്യൂബ് റൂട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒറ്റയുടെ ഇവിടെ 2 വരണമെങ്കിൽ 5 ആണെങ്കിൽ 5 × 5 × 5 വീണ്ടും 5 തന്നെ 15 × 15 × 15 ചെയ്താൽ സംഖ്യ എത്രയായാലും അറ്റത്ത് 5 തന്നെ വരുള്ളൂ ഒറ്റയുടെ സ്ഥാനത്ത്. അതേപോലെ 14 × 14 × 14 ചെയ്താലും ഒറ്റയുടെ സ്ഥാനത്തെ സംഖ്യ 4 × 4 16 16 × 4 അപ്പോൾ വീണ്ടും അത് അറ്റത്ത് 24 ലാസ്റ്റ് 4 ആയിരിക്കും വരുന്നത്. ഇനി 13 × 13 × 13 ചെയ്താലും 3 × 3 9 × 3 27 ഒറ്റയുടെ സ്ഥാനത്ത് 7 ആയിരിക്കും വരുന്നത്. ഇനി 12 × 12 × 12 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ ഡയറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് മനസ്സിലാവും 2 × 2 4 × 2 8 ആയിരിക്കും എൻഡിൽ വരുന്നത്. അപ്പം ക്യൂബ് റൂട്ട് ഓഫ് 1728 ആണ് 12. ആദ്യത്തെ കുറച്ച് നമ്പേഴ്സിൽ ക്യൂബ്സ് അറിയാമെങ്കിൽ നമുക്ക് നമ്പർ കാണുമ്പോഴേ കിട്ടും. അല്ലെങ്കിൽ ഓപ്ഷൻസ് നോക്കിയിട്ട് ഇതുപോലെ കണ്ടുപിടിക്കാം. അപ്പം ഉത്തരം 12. അടുത്ത ചോദ്യം 3, 8, 15, 24 അടുത്ത സംഖ്യ. 3, 8, 15, 24 അടുത്ത സംഖ്യ. അപ്പം 3 + 5 ആണ് 8. ഇനി 8 + 7 15, 15 + 9 24. അപ്പം അടുത്ത എന്തായിരിക്കും 24 + 5 7 9 11 35. ഉത്തരം 35. ഓപ്ഷൻ എ 35 ആണ് ഉത്തരം. അടുത്ത ചോദ്യം രാജുവിന് 1ാം പാദ പരീക്ഷയിൽ 62 മാർക്കും 2ാം പാദ പരീക്ഷയിൽ 48 മാർക്കും കിട്ടി. വാർഷിക പരീക്ഷയിൽ ഏറ്റവും കുറഞ്ഞത് എത്ര മാർക്ക് കിട്ടിയാൽ ശരാശരി 60 മാർക്ക് കിട്ടും?
അപ്പോൾ 62ഉം 48ഉം പിന്നെ വരുന്നത് ഒരു എക്സും അതേ ബൈ 3 ചെയ്യുമ്പോൾ ശരാശരി 60 വരിക എന്ന് പറഞ്ഞാൽ മാർക്ക് എല്ലാം കൂടെ കൂട്ടിയിട്ട് ടോട്ടൽ കണ്ടിട്ട് അതിനെ 3 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 8 2 110 പ്ലസ് മൂന്നാമത്തെ പരീക്ഷയുടെ മാർക്ക് ഇത് ക്രോസ് മൾട്ടിപ്ലൈ 3 × 60 180. അപ്പോൾ എക്സ് മൂന്നാമത്തെ പരീക്ഷയ്ക്ക് ലഭിക്കേണ്ട മാർക്കെന്ന് പറയുന്നത് -70 മാർക്ക് ലഭിക്കണം. ആൻസർ ഓപ്ഷൻ ബി 70. അടുത്ത ചോദ്യം, രാഹുൽ പടിഞ്ഞാറു നിന്ന് കിഴക്കോട്ട് 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട്, അപ്പം ഇങ്ങനെ ഇതാണ് പടിഞ്ഞാറ്, ഇങ്ങോട്ടാണ് കിഴക്ക്. 5 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്നും വലത്തോട്ട്, അപ്പം ഇവിടെ നിന്നും വലത്തോട്ട് 3, അപ്പം ഇങ്ങോട്ടേക്ക് 3 സഞ്ചരിച്ചു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ്, അപ്പോൾ ഇവിടെ നിന്ന് വലത് ഇടതെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അവിടെ നിന്നും ഇടത്തോട്ടേക്ക്, അപ്പോൾ അവിടെ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞ് 3 കിലോമീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ മുകളിലോട്ട് ഈ 3 ഇതിന് സമാന്തരമായി, ഈ 3ന് സമാന്തരമായിട്ട് തന്നെ വീണ്ടും ഒരു 3 കിലോമീറ്റർ സഞ്ചരിച്ചു. എങ്കിൽ രാഹുൽ തുടങ്ങിയ സ്ഥലത്ത് നിന്നും ഇതാണ് ഫൈനൽ പോയിൻ്റ് എഫ്, ഇത് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് എസ്. അപ്പം ഈ 4 തന്നെ ആയിരിക്കും ഇവിടെയും വരിക, 4. അപ്പം 5 + 4 9 കിലോമീറ്ററാണ്. രാഹുൽ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ 9 കിലോമീറ്റർ അകലെയാണ്. അടുത്ത ചോദ്യം, 0.36 × 6.25 ഡിവൈഡഡ് ബൈ 0.5 × 0.5 × 0.06. 0.36 × 6.25 ഡിവൈഡഡ് ബൈ 0.5 × 0.5 × 0.06. അപ്പോൾ മുകളിലും താഴെ ഇവിടെയും 2 ദശാംശ സ്ഥാനം, ഇവിടെയും 2 ദശാംശ സ്ഥാനം. അപ്പം 6 × 6 ആണ് 36. അപ്പോൾ ഇതിനെ ക്യാൻസൽ ചെയ്ത് 6 എന്ന് എഴുതാം. 2 ദശാംശ സ്ഥാനം, രണ്ടിടത്തും തുല്യമായ ദശാംശ സ്ഥാനങ്ങളാണ് ഉള്ളതെങ്കിൽ നമ്മൾ ആ 6 × 6 36 ആ 6 എന്ന സംഖ്യ മാത്രം എടുത്തെഴുതിയാൽ മതി. ദശാംശ സ്ഥാനങ്ങളിൽ വ്യത്യാസം വരുമ്പോഴാണ് ആ പോയിൻ്റ് ഇടുന്നതിലും വ്യത്യാസം വരേണ്ടത്. ഇനി 6.25 ഡിവൈഡഡ് ബൈ 0.5 × 0.5 എന്ന് പറയുമ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നാൽ 0.25 ആകും. അപ്പം ഇവിടെയും 2 ദശാംശ സ്ഥാനം, ഇവിടെയും 2 ദശാംശ സ്ഥാനം. ഇനി 25 × 25 ആണ് 625. അപ്പോൾ 0.25 × 25 6.25. ദശാംശ സ്ഥാനങ്ങളുടെ അനുസരിച്ചാണ്. 25ൻ്റെ സ്ക്വയർ 625 എഴുതിയിട്ട് 2 ദശാംശ സ്ഥാനം ഇടുന്നു. അതിൻ്റെ അർത്ഥം ഇവിടുത്തെ 2 ദശാംശ സ്ഥാനവും ഇവിടെയും 2 ദശാംശ സ്ഥാനങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ആ സംഖ്യ അതേപോലെ എഴുതിയാൽ മതി, അവിടെ മറ്റൊന്നും മാറ്റണ്ട. = 6 × 25 150 150. ആൻസർ ഓപ്ഷൻ സി 150. അടുത്ത ചോദ്യം, ആനന്ദിൻ്റെ അച്ഛൻ്റെ സഹോദരിമാരാണ് രാഖിയും രേണുവും. രാഖിയുടെ അമ്മയുടെ ഒരേ ഒരു മകൻ്റെ ഭാര്യയാണ് നിഷ. എങ്കിൽ നിഷയും ആനന്ദും തമ്മിലുള്ള ബന്ധം. ആനന്ദിൻ്റെ അച്ഛൻ്റെ സഹോദരിമാർ, ഡോട്ടഡ് ലൈൻ വെച്ചാണ് സഹോദരങ്ങളെ കാണിക്കുന്നു. സഹോദരിമാരാണ് രാഖിയും രേണുവും. ഇവരുടെ അമ്മ, രാഖിയുടെ അമ്മയെന്ന് പറയുന്നത് തന്നെയാണ് രേണുവിൻ്റെയും അതുപോലെ ആനന്ദിൻ്റെ അച്ഛൻ്റെ അമ്മ. ഒരേ ഒരു മകൻ, അമ്മയുടെ ഒരേ ഒരു മകൻ എന്ന് പറയുമ്പം ഈ ആനന്ദിൻ്റെ അച്ഛൻ, ആ മകൻ്റെ ഭാര്യ
ആണ് നിഷ. ഭാര്യ ആയതുകൊണ്ടാണ് ഇങ്ങനെ ആരോ ഇട്ട് കൊടുക്കുന്നത്. ഇത് ഭാര്യയും ഭർത്താവുമാണ് നിഷ. എങ്കിൽ ഇതാരാ? ആനന്ദിൻ്റെ അമ്മ അല്ലെങ്കിൽ നിഷയുടെ മകൻ എന്ന് പറയപ്പം നിഷയുടെ മകൻ ആണ് ആനന്ദ്. ഓപ്ഷനിൽ മകനെന്നുള്ള ചോയ്സാണ് കൊടുത്തേക്കുന്നത്. നിഷയും ആനന്ദ്. അപ്പം നിഷയുടെ മകൻ. അടുത്ത ചോദ്യം, ഒരു കോഡ് ഭാഷയിൽ ആപ്പിൾ എന്ന വാക്ക് ETTPI എന്ന് സൂചിപ്പിക്കാമെങ്കിൽ ഓറഞ്ച് എന്ന വാക്കിനെ എങ്ങനെ സൂചിപ്പിക്കാം? ആപ്പിൾ ETTPI. നീ ABCDE നാലാമത്തെ ഫോർത്ത് ആൽഫബറ്റാണ് ഇ. അതുപോലെ PQRST അതേപോലെ തന്നെയാണ് ഇവിടെയും QRST. ഇനി L കഴിഞ്ഞാൽ LMNOP നാലാമത്തെ തന്നെ. ഇ കഴിഞ്ഞാലും ഇ. FGHI. അപ്പോൾ നാലാമത്തെ ആൽഫബറ്റ്, അടുത്ത നാലാമത്തെ ആൽഫബറ്റ് തുടങ്ങുന്നതിൽ നിന്നും നാലാമത്തെ ആൽഫബറ്റ് ഓറഞ്ച്. ഓ PQRS. ഇനി 6 കഴിയുമ്പോഴും 4 എണ്ണം STUV. എക്ക് നമ്മൾ മുമ്പേ തന്നെ കണ്ടു, എക്ക് ഇ ആണ്. BCDE. NOPQR. G കഴിയുമ്പോൾ GHIJK. ഇനി ഇക്ക് നമ്മൾ മുമ്പേ കണ്ടു, ഈ FGHI. അപ്പോൾ SVERKI. ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, 60 km/മണിക്കൂർ സ്പീഡിൽ സഞ്ചരിക്കുന്ന 200 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ വഴിയരികിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കടന്നു പോകാൻ എത്ര സമയം വേണം? അപ്പോൾ ഇത് മീറ്ററിലാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ ഉത്തരം സെക്കൻഡിലുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് ഈ കിലോമീറ്റർ പെർ അവറിനെ കൺവേർട്ട് ചെയ്യണം. അപ്പോൾ സമയം കാണാൻ ദൂരം ബൈ വേഗതയാണ്. ഇവിടെ ദൂരം എന്ന് പറയുന്ന ട്രെയിനിൻ്റെ നീളമായ 200 മീറ്റർ തന്നെ എടുത്താൽ മതി. ഒരു വ്യക്തിയെ കടന്നു പോകുമ്പോൾ നമുക്ക് വ്യക്തിയുടെ മറ്റ് അളവോ കാര്യങ്ങളോ ഒന്നും വേണ്ട, ട്രെയിനിൻ്റെ നീളം മാത്രം മതി. 200 മീറ്റർ ബൈ 60 × 5/18. 18 മുകളിലേക്ക് പോകും. 200 × 18/600 60 × 5 equal to 200 × 18/300. 0 2 പോകുന്നു. 36/3 12. 12 സെക്കൻഡ്. ഉത്തരം 12 സെക്കൻഡ്. ഉത്തരം സെക്കൻഡിലായതുകൊണ്ടാണ് കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അടുത്ത ചോദ്യം,
15 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു ലോഹഗോളത്തെ ഉരുക്കി 27 തുല്യ വലിപ്പമുള്ള ചെറുഗോളങ്ങളാക്കി. ചെറുഗോളങ്ങളുടെ ആരം എത്രയായിരിക്കും? അപ്പോൾ 4/3 πr³ ഈക്വൽ ടു പൈ, ഇവിടെ സ്മോൾ ആർ ക്യാപിറ്റൽ ആർ കൊടുക്കാം. അതിനെ ചെറിയ ഗോളങ്ങളാക്കുമ്പോൾ 4/3 π സ്മോൾ r³. ഇതിൽ ഈ 4/3 π രണ്ട് ഭാഗവും ക്യാൻസൽ ചെയ്തു പോകുന്നു. ഇനി വലിയ ഗോളത്തിൻ്റെ ആരം 15 എന്ന് തന്നിട്ടുണ്ട്. അപ്പം 15 ക്യൂബ് ഈസ് ഈക്വൽ ടു 27. ഇവിടെ 27 ചെറിയ ഗോളങ്ങളാണ് ആക്കുന്നത്. അപ്പോൾ 27 ഇൻറ്റു ചെറിയ ഗോളങ്ങളുടെ ആരം സ്മോൾ r³. അപ്പോൾ 15 ഇൻറ്റു 15 ഇൻറ്റു 15 അത് ഈക്വൽ ടു 27 r³ എന്നാണ്. അതായത് r³ ഈക്വൽ ടു ബൈ 27. അപ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് 225 എന്ന് എഴുതാം. ഇവിടെ ഒന്ന് ക്യാൻസൽ ചെയ്യാം. 3 കൊണ്ട് 5, 3 കൊണ്ട് 9. ഇനി 225, ഇത് 15² എന്നറിയാം, ബൈ 9. അപ്പം 5 2 7 2 9. അപ്പോൾ ഇത് 9 കൊണ്ട് ഹരിക്കാവുന്ന സംഖ്യയാണ്. നമ്മൾ ഡിവിസിബിലിറ്റി റൂളൊക്കെ ചെയ്തുകൊണ്ട് ഒരു സംഖ്യ കാണുമ്പം തന്നെ മനസ്സിലാവും അത് ഏതുകൊണ്ട് ഹരിക്കാൻ സാധിക്കും. ഇൻറ്റു 2 18 45 5. അപ്പം 25 ഇൻറ്റു 5 125. 125 ചെറിയ ഗോളങ്ങളാക്കി മാറ്റുന്നു. അല്ല, 125 ആണ് ആരം. 27 തുല്യ ചെറുഗോളങ്ങളാക്കി. ചെറുഗോളങ്ങളുടെ ആരം എത്ര? അപ്പോൾ ഇവിടെ r³ ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. r³ ആണ്. അപ്പോൾ ഇവിടെ കൊണ്ട് എല്ലാം r³ ഇതിൻ്റെ എണ്ണം പറഞ്ഞത് എണ്ണമാണ് 27. r³ ആണ് നമുക്ക് 125 എന്ന് കിട്ടിയത്. 6 ഇതിൻ്റെ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കണം. ക്യൂബ് റൂട്ട് ഓഫ് 125 ഈക്വൽ ടു 5. 5 ഉത്തരം. അപ്പോൾ ചോദ്യം അവിടെ ശ്രദ്ധിക്കണം. ക്യൂബ് റൂട്ട് ഓഫ് 125 5 ഉത്തരം. 5. ആൻസർ ഓപ്ഷൻ ബി 5. അപ്പോൾ ഫോർമുല ഓർത്ത് വയ്ക്കുക. ഉത്തരം 5. അപ്പോൾ ഇത്രയുമാണ് മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്